മാത്രമല്ല ഇപ്പം മുമ്പത്തെ റിക്വയർമെൻ്റ് അല്ല ആളുകൾക്ക് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിനുള്ളത്. കാരണം കാലിക്കറ്റ് പോലത്തെ അർബൻ പോപ്പുലേഷൻ ഫാസ്റ്റായിട്ട് മാറുന്നു. അതിൻ്റെ എക്സ്പാൻഡ് ചെയ്യുന്ന കാച്ച്മെൻറ്റ് ഏരിയാസ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ ഇവിടെ ഏറ്റവും നല്ല ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ വെജിറ്റബിൾ ആയാലും മീറ്റ് ആയിരുന്നെങ്കിലും ശരി, അതേപോലെ തന്നെ ഫുഡ് ഗ്രെയിൻ ആണെങ്കിലും ശരി, അവൈലബിലിറ്റി എൻഷുർ ചെയ്യുകയും അതിൻ്റെ സ്മൂത്ത് സപ്ലൈ എൻഷുർ ചെയ്യുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ വേണം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഉറപ്പുവരുത്തുന്നത്. ഒന്ന്, ഒരു ഹൈ എൻഡായ ലോജിസ്റ്റിക്സ് ഫെസിലിറ്റികൾ അതിന് എൻഷുർ ചെയ്യണം. രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സിങ്, അതേപോലെ തന്നെ സ്റ്റോറേജ് ഫെസിലിറ്റികൾ ഏറ്റവും നന്നായി ചെയ്യണം. മൂന്നാമതൊരു സംഭവം എന്ന് പറയുന്നത് അതിനാവശ്യമായ മാൻ പവർ ഡിസ്ട്രിബ്യൂഷൻസും എൻഷുർ ചെയ്യാനുള്ള ഒരു അവൈലബിലിറ്റിയും അതിൻ്റെ ഒരു ഫ്ലോയും കറക്റ്റ് ആയിരിക്കണം. അത് 3ഉം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പാളയം മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് ഒറ്റക്കായിട്ട് കാണാൻ പറ്റില്ല.